ദ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിൽ ക്രിസ്തുവായി അഭിനയിച്ച ജിം കാവിയേസൽ വീണ്ടും രക്ഷകനായി എത്തുന്നു. 2004 മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ സിനിമയായിരുന്നു ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമയായിരുന്നു അത്. ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന ചിത്രത്തിൽ ക്രിസ്തുവിൻ്റെ വേഷം സമാനതകളില്ലാതെ അവതരിപ്പിച്ച ജിം കാവിയേസൽ വീണ്ടും രക്ഷകനായി എത്തുന്നു. മനുഷ്യക്കടത്തിനിരയാകുന്ന കുട്ടികളുടെ രക്ഷകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടിം ബെല്ലാർഡിനെയാണ് സൗണ്ട് ഓഫ് ഫ്രീഡം എന്ന സിനിമയിൽ ജിം കാവിയേസൽ അവതരിപ്പിക്കുന്നത്. ഓപ്പറേഷൻ അണ്ടർഗ്രൗണ്ട് റെയിൽറോഡ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ടിം ബെല്ലാർഡ്. കൊളംബിയയിൽ മനുഷ്യക്കടത്തുകാരുടെ പിടിയിലായ 127 കുട്ടികളെ മോചിപ്പിക്കാൻ ഓപ്പറേഷൻ അണ്ടർഗ്രൗണ്ട് റെയിൽറോഡ് എന്ന പേരിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് സിനിമയുടെ ഇതിവൃത്തം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ അണിയറയിൽ ഒരുങ്ങുന്നത്. പ്രോലൈഫ് ആക്ടിവിസ്റ്റും കത്തോലിക്ക വിശ്വാസിയുമായ മെക്സിക്കൻ താരം എഡ്വാർഡോ വെരസ്തോഗിയുടെ ഉടമസ്ഥതയിലുള്ള സാന്റാഫെ ഫിലിംസാണ് നിർമ്മാതാക്കൾ. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സിനിമയുടെ ട്രെയിലർ ലോകമെങ്ങുമുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. 2018 നിർമ്മാണം ആരംഭിച്ച സിനിമയുടെ റിലീസ് ഈ വർഷം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അലജാൻഡ്രോ മെൻഡവർഡെയാണ് സംവിധായകൻ. ജിം കാവിയേസലിനൊപ്പം എഡ്വാർഡോ വെരസ്തുഗി, മിറസോർവിനോ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മനുഷ്യക്കടത്ത്, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം എന്നിവയ്ക്കെതിരെ സമൂഹത്തെ ജാഗരൂകരാക്കാൻ ഈ സിനിമ സഹായിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. 2019 മെയ്യിൽ തന്റെ സിനിമയെക്കുറിച്ച് എഡ്വാർഡോ ഫ്രാൻസിസ് പാപ്പയോട് പങ്കുവയ്ക്കുകയും പാപ്പയുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. കൊറോണ വ്യാപനം ആരംഭിച്ചതു മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ എഡ്വാർഡോ ആരംഭിച്ച തത്സമയ ജപമാല പ്രാർത്ഥന ഇപ്പോഴും തുടരുകയാണ്. മെയ് മാസ വണക്കത്തിന്റെ ഭാഗമായി അദ്ദേഹം സംഘടിപ്പിച്ച ജപമാല പ്രാർത്ഥനയിൽ 10,000 കണക്കിന് ആളുകൾ പങ്കെടുത്തതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.